നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാടിനും നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ കേരളത്തിനുമൊക്കെ അഭിമാനമായി മാറിയ നമ്മുടെ ഇവരുടെയും പ്രിയപ്പെട്ട സത്താർ ആദൂർ അവർക്ക് ഞങ്ങളുടെ ഏവരുടെയും സ്നേഹം നിറഞ്ഞ നന്ദി കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി അദ്ദേഹത്തിനുള്ള മൊമെൻ്റോ കൈമാറുന്നു. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഗിന്നസ് വേൾഡ് റെക്കോർഡർ കൂടിയായിട്ടുള്ള നമ്മുടെ ഈ വേദിയുടെ സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയാണ് അദ്ദേഹം. തുടർന്ന് ഈ വേദിയിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രഭാത് മുല്ലപ്പള്ളി, ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, എനിക്ക് മുമ്പ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് സ്മിത, വേദിയിലുള്ള 36 വർഷം ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടും ഒരു 36-കാരിയെ പോലെ ഇരിക്കുന്ന ഷൈനി ടീച്ചർ, മറ്റു വാർഡ് മെമ്പർമാർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, മക്കളെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ സമ്മാനം നൽകാം. ഗിഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് സമയം നിങ്ങൾ മിണ്ടാണ്ടിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? കരിക്കാട് CMM-LP സ്കൂളിൻ്റെ 99ാമത് വാർഷികത്തിലാണ് നമ്മളുള്ളത്. അതായത് 1927 ഈ സ്കൂള് രൂപം നൽകുന്നത്. അതായത് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് കരിക്കാട് LP സ്കൂൾ ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കൃത്യമായ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വിദ്യാലയത്തിലെ ഇന്നത്തെ വിദ്യാർത്ഥികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിന്ന് വരുമ്പോൾ ഷൈനി ടീച്ചർക്ക് ഇവിടെ ഒരു യാത്രയപ്പ് നൽകുന്നത് പോലെ എൻ്റെ നാട്ടിൽ 75 വയസ്സ് പൂർത്തിയാകുന്ന ആദൂര് MLP സ്കൂളുണ്ട്. അവിടെ ഗീത ടീച്ചറും ഇതുപോലെ യാത്രയപ്പ് എൻ്റെ ദിവസമായിരുന്നു. ടീച്ചർ നൽകുന്ന യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ഒരു പായസമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് 1927 ജനിച്ച് ആദൂർ സ്കൂളിലെ എൻ്റെ പിതാവിനെയും എന്നെയും അതുപോലെ തന്നെ എൻ്റെ സമകാലികരെയും പഠിപ്പിച്ച സരോജിനി ടീച്ചറെ ഞാൻ കണ്ടു. 99 വയസ്സാണ് ടീച്ചറുടെ പ്രായം. ആ സരോജിനി ടീച്ചറുടെ അരികിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പുസ്തകം ഞാൻ ടീച്ചർക്ക് സമ്മാനിച്ചുകൊണ്ട് കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്ത് പോരുമ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, സത്താറെ നിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ നിന്നെ TV-യിൽ കാണാറുണ്ട്, പത്രത്തിൽ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ആ ടീച്ചറുടെ മുഖത്ത് ഞാൻ കണ്ടൊരു സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ഹരിനാരായണൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗാനരചയിതാവ് ഹരിനാരായണൻ പഠിച്ചത് കരിക്കാട് സ്കൂളിലാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതായത് 100 വർഷത്തെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ 10,000-കണക്കിന് കുട്ടികൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പുറം ലോകത്തേക്ക് പോയപ്പോൾ അതിൽ ഹരിനാരായണനുണ്ടായി. അതുപോലെ തന്നെ ഒട്ടനവധി ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ അക്ഷരങ്ങൾ കൊണ്ട് ഗുരുനാഥന്മാർ ഒരുപാട് പേരുണ്ടായി. എനിക്ക് കരിക്കാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 2 പേരെ എനിക്ക് ഓർമ്മ വരുന്നു. ഒന്ന് ഇസ്ഹാഖാണ്. 92-94 കാലഘട്ടത്തിൽ വിവേകാനന്ദ കോളേജിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇസ്ഹാഖിനെയും അതുപോലെ തന്നെ ബിജുവിനെയും ഞാൻ ഓർക്കുകയാണ്. കാരണം അവരൊക്കെ ഈ കരിക്കാട് സ്വദേശികളാണ്. പക്ഷെ ഈ ഒരു ബന്ധം എനിക്ക് വന്നത് വിദ്യാലയങ്ങളിലൂടെയാണ്. വിദ്യ എന്ന് പറയുന്നത് മാൽക്കം എക്സ് പറഞ്ഞത് ഭാവിയിലേക്കുള്ള പാസ്പോർട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ ആഗോള മാനങ്ങളൊക്കെ മാറി
ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ട്യൂഷന് പോകും, അല്ലെങ്കിൽ ലേബറിന്ത്യയെ ഫോക്കസ് ചെയ്തുകൊണ്ട് SSLC പരീക്ഷയെ ഫോക്കസ് ചെയ്യുന്ന കാലത്ത് ഇന്ന് കുട്ടികൾ സൈലം നോക്കിയിട്ടാണ് പഠിക്കുന്നത്. സൈലം, എൻ്റെ മകൾ SSLC പഠിക്കുകയാണ്. അവള് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ സ്കൂളിൽ പോകുന്നുള്ളൂ. അവൾ പറയുന്നത് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്, ഞാൻ സൈലം നോക്കിയാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ, നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ പത്രം വായിച്ചോ? പത്രം കണ്ട ആരെങ്കിലും ഉണ്ടോ? ആ പത്രത്തിൽ ഭോപ്പാലില് ഒരു വീട്ടിലെ 12, 14, 16 വയസ്സുള്ള 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവര് കൊറിയൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറിയൻ ഗെയിം, ഭോപ്പാലിലെ, ഇന്ത്യയിലെ ഭോപ്പാൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള കുട്ടികൾ കൊറിയൻ ഭാഷയാണ് സംസാരിക്കുന്നത്. ആ കുട്ടികള് കൊറിയൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിതാവ് അവരുടെ മൊബൈൽ വാങ്ങി വെച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ സോറി പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് 3 പെൺകുട്ടികള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അതായത് നമ്മുടെ മക്കളെ എവിടെയും കാണാനില്ല. അവരെ കളിസ്ഥലങ്ങളിൽ കുട്ടികളില്ല, വീടിന്റെ ഉമ്മറത്ത് കുട്ടികളില്ല, ഊഞ്ഞാല് കെട്ടിയാടുന്നിടത്ത് കുട്ടികളില്ല. എവിടെയാണ് കുട്ടികൾ? കുട്ടികളെല്ലാവരും വീടിന്റെ ഉള്ളിൽ അടച്ചിട്ട റൂമുകളിലാണ്. അവരെന്താണ് ചെയ്യുന്നത്? കുട്ടികളെല്ലാവരും മൊബൈലിന്റെ ഉള്ളിലാണ്. മൊബൈലിന്റെ ഉള്ളിൽ അവർ വ്യത്യസ്തമായ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ ഗെയിമുകൾ കളിച്ചുകൊണ്ട് ചാലഞ്ചിന്റെ ഭാഗമായിട്ട് അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തില് സാങ്കേതികപരമായ ഒരുപാട്, എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകത്തിൽ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ സ്നാക്സ് എന്ന് പറയുന്ന ഒരു കവിതയാണ്. ആ കവിതയിൽ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ സ്നാക്സ് എന്ന് പറയുന്നത് പട്ടക്കൊടി കത്തിച്ച് ഉമ്മച്ചി ഉണ്ടാക്കി തന്നിരുന്ന അരിമണി വറുത്തതായിരുന്നു ഞങ്ങളുടെ സ്നാക്സ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അരിമണി വറുത്തത് കഴിച്ചിട്ടുണ്ടോ? അരിമണി വറുത്ത് അതിൽ തേങ്ങ ചിരകി ഇത്തിരി പഞ്ചസാരയും ഇട്ട് സ്കൂൾ വിട്ടു വരുമ്പോ കട്ടൻ ചായയുടെ കൂടെ ഞങ്ങളുടെ ഉമ്മമാരും അമ്മമാരും ഞങ്ങൾക്ക് തന്നിരുന്ന സ്നാക്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതല്ല. 45 രൂപ വിലയുള്ള കിൻഡർ ജോയാണ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെടുന്നത്, സ്കൂളിൽ പോകുന്ന സമയത്ത് 10 പൈസ പോലും നമുക്ക് നൽകുമായിരുന്നില്ല. ഇന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ദിവസം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് 50 രൂപയുടെ മിഠായികളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക് നൽകി. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ നിന്ന് UP സ്കൂളിലേക്ക് പോകുന്നത് ആദൂരിൽ നിന്ന് ആദൂര് കുന്ന് കയറി വെള്ളറക്കാട് പോകും. എന്നിട്ട് തിരിച്ച് അതേ കുന്ന് നീളാംകുന്ന് നെടുകെ കയറിക്കൊണ്ട് ആദൂരിലേക്ക് പോകും. അങ്ങനെയാ ഞങ്ങൾ പഠിക്കാൻ പോയിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാ പോകുന്നത്? ഇന്നത്തെ കുട്ടികൾക്ക് വീടിന്റെ പടിക്ക് എന്ത് വന്നു നിന്നു? സ്കൂൾ വണ്ടി വന്നു നിന്നു. ആ വണ്ടിയിൽ കറങ്ങി അവർ സ്കൂളിലേക്ക് പോകുന്നു. വല്ല പ്രയാസവും അവർ കണ്ടിട്ടുണ്ടോ? ഒരു പ്രയാസവും കാണാത്ത ഈ തലമുറ, എല്ലാ സൗകര്യങ്ങളും ഈ കുട്ടികൾക്കുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ തലമുറയാണ് ജീവിതം എന്ന് പറയുന്ന ജീവിതത്തിന്റെ മനോഹാരിതയെ, ആകസ്മികതയുടെ മഹാസമ്മേളനമായ ജീവിതത്തിന്റെ പൊരുള് മനസ്സിലാക്കാതെ കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ സ്മിത മെമ്പറുണ്ട്. ഒരു 2 ആഴ്ച മുമ്പാണ് അൻസാർ വിമൻസ് കോളേജിലെ 1524 പെൺകുട്ടികൾ സൂയിസൈഡ് പ്രിവെൻഷൻ ലാബോ ഹ്യൂമൻ ഇമേജിൽ ഉണ്ടാക്കിയത്. അതായത് ആത്മഹത്യ പ്രതിരോധ ലോകം 1524 പെൺകുട്ടികൾ നിന്നുകൊണ്ടുണ്ടാക്കി. ഈ തലത്തിലേക്ക് നമ്മളുടെ ചിന്ത പോകാനുണ്ടായ കാരണം എന്താണ്? ഈ സമൂഹം വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ് കഴിഞ്ഞ ദിവസം സ്വയം വെടിവെച്ച് മരിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മള് പരസ്പരമായ ബന്ധങ്ങളിൽ നിന്ന്, പരസ്പരമായ സ്നേഹങ്ങളിൽ നിന്ന്, നമ്മളുടെ കൂട്ടായ്മകളിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തുകൂടലുകൾ നഷ്ടപ്പെടുന്ന ഒരു ലോകം, നമ്മളുടെ ദുഃഖങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റാത്തൊരു ലോകം, ആ ലോകത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരം കൂട്ടായ്മകൾ. ഇന്നിവിടെ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകും. നമ്മളുടെ മക്കള് ഇന്ന് വേദിയിൽ വന്നുകൊണ്ട് പാട്ടുപാടും, നൃത്തം ചെയ്യും, ഇല്ലേ? അത് കാണുമ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വിലമതിക്കാൻ കഴിയാത്ത സന്തോഷമാണത്. ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം കൂടി പറയുക. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം.
ആ കഥ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ മാതാപിതാക്കൾ വിചാരിച്ചു കഴിഞ്ഞാല് ഏതൊരു മക്കളെയും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, വലിയ വിജയങ്ങൾ സമ്മാനിക്കാൻ കഴിയും. മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ പറഞ്ഞ ഒരു ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റുമോ? ഉണർന്നിരിക്കുമ്പോൾ സമ്മാനം തരാം. ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ പറഞ്ഞ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുടെ പേരെന്താണ്? സമ്മാനത നീ എന്തിനാ പഠിക്കുന്നത്? APJ അബ്ദുൽ കലാം. നല്ല കുട്ടികളാ. APJ അബ്ദുൽ കലാം. ഓടിയോ? APJ അബ്ദുൽ കലാം പറഞ്ഞത് ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാനാണ്. ഞാൻ നിങ്ങളോട് ഒരു 1990 ഒരു സംഭവം പറയാം. ഞാൻ പറയട്ടെ, ഇനിയും സമ്മാനം കിട്ടും, അടുത്ത ആൾക്ക് സമ്മാനം തരാം. നിങ്ങൾ മൈക്ക് ടൈസൺ എന്ന് കേട്ടിട്ടുണ്ടോ? മൈക്ക് ടൈസൺ കേട്ടിട്ടുണ്ടോ? മൈക്ക് ടൈസൺ മുതിർന്നവർക്കും പറയാട്ടോ, ഈ വിഷയത്തിൽ ഇടപെടാം. ആരാണ് മൈക്ക് ടൈസൺ? മാനേജർ പറഞ്ഞു, മൈക്ക് ടൈസൺ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ബോക്സിംഗ് ഇതിഹാസമായിരുന്നു മൈക്ക് ടൈസൺ. ഈ മൈക്ക് ടൈസൺ 1990 ലോക ഹെവിവെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരെ മത്സരിക്കുന്നത് ബസ്റ്റർ ഡഗ്ലസ് എന്ന് പറയുന്ന അത്രമാത്രം പ്രശസ്തനല്ലാത്ത ഒരു ബോക്സറായിരുന്നു. മക്കളെ, സൈലന്റ്, ഇതിപ്പോ കഴിയും. ഞാൻ നിങ്ങളോട് സ്പോർട്സ് ആണ് പറയുന്നത്. ബസ്റ്റർ ഡഗ്ലസും മൈക്ക് ടൈസണും തമ്മിലുള്ള ബോക്സിംഗ് പോരാട്ടത്തിൽ ആദ്യത്തെ 5 റൗണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇടികൊണ്ട് റിങ്ങിന്റെ മൂലയിൽ വീണ് പോവുകയാണ് ബസ്റ്റർ ഡഗ്ലസ്. അങ്ങനെ അദ്ദേഹം ആ മത്സരത്തിലേക്ക് തിരിച്ചു വരികയും അവസാനത്തെ റൗണ്ടിൽ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബസ്റ്റർ ഡഗ്ലസ് ചാമ്പ്യൻ ആവുകയും ചെയ്തു. ലോകത്തൊരു വലിയ അട്ടിമറിയായിരുന്നു. ആ അട്ടിമറി നടന്നപ്പോൾ പത്രക്കാര് മൈക്ക് ടൈസന്റെ ബസ്റ്റർ ഡഗ്ലസിന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് മൈക്ക് ടൈസനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോ ബസ്റ്റർ ഡഗ്ലസ് ഒരു മറുപടി പറഞ്ഞു. എന്റെ അമ്മ മരിച്ച് 3 ദിവസമായി എന്ന മറുപടി പറഞ്ഞത്. മൈക്ക് ടൈസനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിന്റെ മറുപടിയായി പറഞ്ഞത് എന്റെ അമ്മ മരിച്ച് 3 ദിവസമായി എന്നാ പറഞ്ഞത്. അപ്പൊ പത്രക്കാര് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ അമ്മയുടെ മരണവും ഈ വിജയവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോ ബസ്റ്റർ ഡഗ്ലസ് പറയുകയാണ്, മരണക്കിടക്കയിൽ വെച്ചുകൊണ്ട് എന്റെ അമ്മ എന്നിൽ നിന്നൊരു വാക്ക് വാങ്ങി. ആ വാക്ക്, ഞാൻ എന്റെ അമ്മക്ക് കൊടുത്ത വാക്ക്, ഈ വരുന്ന മത്സരത്തിൽ ഞാൻ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തുമെന്നുള്ള വാക്കായിരുന്നു എന്ന് പറഞ്ഞത്. അമ്മക്ക് കൊടുത്ത വാക്കാ. അമ്മ അതുപോലെ തന്നെ ഓരോ അമ്മമാരും തന്റെ മക്കളിൽ നിന്ന് വാക്കുകൾ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാല് നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് വിദ്യാലയങ്ങൾ. കരിക്കാട് എന്ന് പറയുന്ന ഈ വിദ്യാലയത്തിന് 100 വർഷത്തെ പാരമ്പര്യമാണുള്ളത്. 10,000-കണക്കിന് ആളുകൾ അവിടുന്ന് പഠിച്ച് പടിയിറങ്ങിപ്പോയി പ്രശസ്തരായി, ബിസിനസ്സുകാരായി, അധ്യാപകരായി, ജീവിതത്തിന്റെ വിവിധ തുറകളിൽ, വിവിധ മേഖലകളിൽ അവർ വിജയത്തിന്റെ വെന്നിക്കൊടി പതിച്ചു. ഇനിയുള്ള കാലഘട്ടത്തിൽ, ആധുനികമായ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ലോകത്തിന്റെ പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഒത്തുകൂടിക്കൊണ്ട് 21ാം നൂറ്റാണ്ടിന് എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയത് 21ാം നൂറ്റാണ്ടിന് വേണ്ടത് സ്നേഹമാണ് എന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹമാണ്. ഈ സ്നേഹത്തെ തിരിച്ചു പിടിക്കാൻ നമ്മളുടെ മക്കളുടെ ഓരോ കളിയരങ്ങുകളും, നമ്മളുടെ മക്കളുടെ ഓരോ ചലനങ്ങളും, അവരുടെ പുഞ്ചിരിയും അവരുടെ സംസാരങ്ങളും ഒക്കെ അതിന് വേദിയാകട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഓരോ വാർഡുകളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും കുട്ടികൾക്ക് കളിസ്ഥലങ്ങൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള
പ്രൊജക്ടുകൾ പഞ്ചായത്തുകൾ ആരംഭിക്കണമെന്നും അതുപോലെ തന്നെ നമ്മളുടെ മക്കളെ കളിയിടങ്ങളിലേക്ക് കൈപിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിനെ എന്നെ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകർക്കും സ്കൂളിനുമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകമുണ്ട്, അത് സ്കൂളിനും അതുപോലെ തന്നെ വിരമിക്കുന്ന ഷൈനി ടീച്ചർക്കും ഒക്കെ ഞാൻ നൽകുകയാണ്. പ്രിയപ്പെട്ട ടീച്ചർ ഒന്നിങ്ങോട്ട് വരണം. എല്ലാവരും കൈ കൊടുത്തേ, എല്ലാവരും കൈ കൊടുക്കാം. അദ്ദേഹം റെക്കോർഡിങ്ങെല്ലാം അദ്ദേഹത്തിനെ സഹായിച്ച പുസ്തകങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പുസ്തകങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു കൈ കൊടുക്കാം, നല്ലൊരു കൈ കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ് ഈ തുടർന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് ശതാബ്ദി ലോഗോ പ്രകാശനമാണ്. നമ്മുടെ സ്കൂൾ വരുന്ന വർഷം 100ാം വാർഷികാഘോഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. കൂടുതൽ ഭംഗിയോടെ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ നേട്ടങ്ങളുമായി 100ാം വാർഷികം നേടിയെടുക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹമാണ് ഒരു ശതാബ്ദി ലോഗോ പ്രകാശനം.